ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോ തൻ്റെ ഫിയാൻസിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ എല്ലാം കേട്ട ശേഷം ഫിയാൻസി ഹീറോയോട് പറയും, നീ ആ പെണ്ണിനെ രക്ഷിക്കാൻ നോക്കി നീ നിന്റെ സ്വന്തം ജീവൻ തന്നെയാണ് കളയാൻ നോക്കുന്നത്. അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇവിടെ മറന്നേക്കാൻ ഫിയാൻസി അവനോട് പറയും. എന്നാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചേട്ടൻ വരെ മരിച്ചു, അദ്ദേഹത്തെ രക്ഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് എൻ്റെ ജീവനെ ഓർത്ത് എനിക്ക് പേടിയില്ല എന്ന് ഹീറോ അവളോട് പറയും. എന്നാൽ ഇതേ സമയം ആ സുന്ദരൻ വില്ലന്റെ അടുത്തുള്ള ഹീറോയിനോട് അവൻ പറയും, എന്നോടുള്ള സ്നേഹം കാരണം ഹീറോയ്ക്ക് വെടിവരെ കൊണ്ടു. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഹോസ്പിറ്റലിൽ വന്നു. ഇതിനെല്ലാം കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ്. നീ ഇനിയും അവന്റെ പിന്നാലെ നടന്നാൽ അവന്റെ ജീവന് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് നീ ഇനി അവന്റെ അടുത്തേക്ക് പോകണ്ട, നിന്നെ ഞാൻ നാട്ടിലെത്തിക്കാൻ സഹായിക്കാം. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്നൊരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൻ അവളോട് പറയും. എന്നാൽ ഹോസ്പിറ്റലിലുള്ള ഫിയാൻസി ഹീറോയോട് പറയും, നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നീ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് പറയും. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോയിനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോകും. ഹോസ്പിറ്റലിലെ ആംബുലൻസും എടുത്തുകൊണ്ടാണ് ആ സുന്ദരൻ വില്ലന്റെ അടുത്തുള്ള ഹീറോയിനെ രക്ഷിക്കാനായി ഹീറോ വണ്ടിയും എടുത്ത് പോകുന്നത്. എന്നാൽ അവിടെ ഹൈ സെക്യൂരിറ്റി ആയതിനാൽ മാപ്പ് റോങ് വേ കാണിച്ച് ഹീറോ വഴി തെറ്റി മറ്റൊരു സ്ഥലത്തെത്തും. എന്നാൽ അപ്പോഴും അവൾ ഹീറോയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തിരികെ ഹോസ്പിറ്റലിലെത്തിയ ഹീറോ തന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുമ്പോൾ തന്റെ ഫോണിൽ പെട്ടെന്നൊരു കോൾ വരും. ഹീറോ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അത് ആ സുന്ദരൻ വില്ലനായിരുന്നു. അവൻ ഹീറോയോട് പറയും, ഇനി നീ ഹീറോയിനെ അന്വേഷിച്ച് നടക്കണ്ട, ഞാൻ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, നീ ഈ നമ്പറിൽ വിളിക്കരുതെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യും. എന്നാൽ അപ്പോഴേക്കും അടുത്ത റൂമിലെ പെൺകുട്ടി അവരുടെ റൂമിലേക്ക് വന്ന് ഹീറോയോട് പറയും, നിങ്ങൾ ആരെ പറ്റിയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം, ആ ചേച്ചിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണെന്ന് അവൾ ഹീറോയോട് പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പയ്യന് വലിയ സന്തോഷമാകും. എന്നാൽ ഇതേ സമയം ഹീറോയുടെ ഗ്രാമത്തിലേക്ക് താമസിക്കാൻ വന്ന ഫിയാൻസിയുടെ റൂമിലേക്ക് വീട്ടുസാധനങ്ങളുമായി അവളുടെ അമ്മാവനും അമ്മയും വരും. എന്നാൽ കല്യാണം ഇത്രയും അടുത്തിട്ടും തന്റെ മകളുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല എന്ന് മനസ്സിലാക്കിയ അവളുടെ അമ്മയ്ക്ക് ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നും. എന്നാൽ അന്ന് രാവിലെ നമ്മുടെ സുന്ദരൻ വില്ലനും ഹീറോയിനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മാനേജർ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ആ മാനേജർ അവനോട് ചോദിക്കും, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്, അവളെയും കൂട്ടി എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. പോലീസുകാരൻ വല്ലതും അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും തല പോകുമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇവളുടെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം, തൽക്കാലം ഇവൾ ഇവിടെ ഉണ്ടെന്ന് നീ ആരോടും പറയണ്ട എന്ന് പറയും. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് നമ്മുടെ ഹീറോയുടെ ഫിയാൻസി വിളിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഫിയാൻസി അവനോട് പറയും, ക്യാപ്റ്റന്റെ കൂടെയുള്ള പെണ്ണും നീയുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു, അവൾ നോർത്ത് കൊറിയക്കാരിയാണല്ലേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അതെ എന്ന് അവൻ പറയും. അവൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, അവളെ കാരണം എനിക്ക് ചിലപ്പോൾ ഹീറോയെ കല്യാണം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ ഹീറോ ഇത്രയും കാലം അവളെ ഒളിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം ഞാൻ ഇന്റലിജൻസിനെ അറിയിക്കുമെന്ന് അവൾ പറയും. എന്നാൽ സുന്ദരൻ വില്ലൻ പറയും, നീ അവളുടെ കാര്യമോർത്ത് വെറിയിടാവണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, നിനക്ക് തീർച്ചയായും നിന്റെ ക്യാപ്റ്റനെ കിട്ടുമെന്ന് പറയും. എന്നാൽ അന്ന് വൈകിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റൂമിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയെ അവിടെ കാണില്ല. ഹീറോ തന്റെ ആർമിയിലെ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് ഗസ്റ്റുകൾ താമസിക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരണമെന്ന്. നാട്ടിലൂടെ ഒരു വഴിയുണ്ട്, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് അവൻ ഹീറോയോട് പറയും. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വയ്യാത്ത ഹീറോ നമ്മുടെ ഹീറോയിനെ അന്വേഷിച്ച് കാട്ടിലൂടെ ആ വീട്ടിലേക്ക് പോകും. എന്നാൽ നമ്മുടെ ഹീറോയിനാകട്ടെ ഹീറോയെ ഓർത്ത് വിഷമിച്ച് കിടക്കുകയാണ്. എന്നാൽ അന്ന് തന്നെ ഫിയാൻസിയുടെ അമ്മ ഹീറോയുടെ വീട്ടിലേക്ക് വരും. അവിടെ ഹീറോയുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് കുറെ അധികം ഭക്ഷണവും കുറെ മദ്യമൊക്കെ കൊണ്ടുവന്ന് അവർ കൊടുക്കും. ഹീറോയെ പറ്റി എന്തേലും സീക്രട്ട് ഇവർക്ക് അറിയാമെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും അത് മനസ്സിലാക്കണമെന്ന രീതിയിലാണ് അവർ അവിടെ എത്തിയത്. എന്നാൽ ഹീറോയുടെ കൂട്ടുകാരനായ സീനിയർ പട്ടാളക്കാരൻ മദ്യവെച്ച് ബോധമില്ലാതെ എല്ലാ സത്യങ്ങളും അവരോട് പറയും. ഇതേ സമയം ആ സുന്ദരൻ വില്ലൻ നമ്മുടെ ഹീറോയിന് മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഇതിൽ നീ ഒപ്പിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാകുള്ളൂ എന്ന് അവളോട് പറയും. അവളാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ കൺഫ്യൂഷനിൽ നിൽക്കും. എന്നാൽ രാത്രി ആ കാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മുടെ ഹീറോ ഒടുവിൽ ഹീറോയിനുള്ള വീട്ടിലെത്തും. എന്നാൽ അതൊരു ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് തന്നെ ആ സുന്ദരൻ വില്ലൻ നല്ല ഡിന്നറൊക്കെ ഒരുക്കി ഹീറോയിനെ ഫുഡ് കഴിക്കാനായി ക്ഷണിക്കുകയാണ്. എന്നാൽ അവൾക്ക് അതെല്ലാം കാണുമ്പോൾ ഹീറോയോടൊപ്പം ഉണ്ടായിരുന്ന മൊമെന്റ്സ് ആണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനോട് പറയും, ഇനി നീ ആ ഹീറോയെ കണ്ട അവന്റെ ഫിയാൻസി അത് പ്രശ്നമുണ്ടാക്കും, അവളത് ഹയർ ഒഫീഷ്യൽസിനെ അറിയിക്കുകയാണെങ്കിൽ അവനെ അവർ തൂക്കിക്കൊല്ലും, അതുകൊണ്ട് തന്നെ നിനക്ക് എന്തായാലും അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, നിന്നെ കാരണം അവൻ മരിക്കാതിരിക്കണമെങ്കിൽ നീ അവനെ മറക്കുക തന്നെ വേണമെന്ന് അവൻ അവളോട് പറയും. എന്നിട്ട് അവൻ അവളെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്ത ശേഷം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ വിരൽ പിടിച്ച് അതിൽ മോതിരം ഇട്ട് കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും അവിടെ കറണ്ട് പോകും. എന്നാൽ ആ ഫീസ് ഊരിയത് നമ്മുടെ ഹീറോ ആയിരുന്നു.
ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വില്ലന്മാരെ അടിച്ച് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വയ്ക്കും. എന്നാൽ അപ്പോഴേക്കും ഒരുത്തൻ ഹീറോയിനെ അടിക്കുന്നത് കാണുമ്പോൾ ഹീറോയിന് വിഷമം വന്ന് അവൾ കരയാൻ തുടങ്ങും. അവൾ ഉടനെ തന്നെ ഓടി നമ്മുടെ ഹീറോയുടെ അടുത്ത് പോകാനായി ഒരുങ്ങുമ്പോൾ ആ സുന്ദരൻ വില്ലൻ പറയും, ഇനിയും അവന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നിന്നെ കാരണം അവന് തന്നെയാണ് പ്രശ്നം. ഒരു പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് അവനെ തൂക്കി കൊല്ലുക വരെ ചെയ്യാമെന്ന് പറയും. പാവം ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയും. എന്നിട്ട് അവൾ നിറ കണ്ണുകളോടെ പുറത്തേക്ക് വന്ന് ഹീറോയോട് പറയും, എന്നെ അന്വേഷിച്ചിനി നീ വരണ്ട, കാരണം നീ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ എല്ലാ പ്ലാനും തെറ്റി. എന്നെ ഇനി ഇവൻ കൊണ്ടുപോയിക്കോളും. ഞങ്ങൾ തമ്മിൽ കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനാണ് ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് നീ ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്, ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. പാവം ഹീറോ തന്റെ ഉള്ളിലെ സങ്കടമെല്ലാം ഒതുക്കി ആ മഞ്ഞത്ത് തിരികെ കാട്ടിലൂടെ നടന്നു പോകും. ഹീറോ പോയ ഉടനെ അവളും പൊട്ടിക്കരയാൻ തുടങ്ങും. എന്നാൽ ഇത്രയും മഞ്ഞത്ത് അവൻ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നറിയാവുന്ന അവൾ സുന്ദരൻ വില്ലനോട് പറയാതെ കാറും എടുത്ത് നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് പോകും. എന്നാൽ നമ്മുടെ ഹീറോ ആകട്ടെ വിഷമിച്ച് വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ട് അവൾ ഹീറോയുടെ അടുത്ത് വന്ന് പറയും, ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന്. ഹീറോയിനെ കണ്ട പാടെ നമ്മുടെ ഹീറോ അവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങും. അവൻ അവളെ വിടാൻ കൂട്ടാക്കാതെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കും. എന്നാൽ ഇതേ സമയം വീട്ടിലുള്ള മാനേജർ ആ സുന്ദരൻ വില്ലനോട് പറയും, വണ്ടിയിൽ പെട്രോൾ കുറവാണ്, അവർ എന്തായാലും പോകുന്ന വഴിക്ക് പെടുമെന്ന്. അങ്ങനെ തിരികെ കയറിയ ശേഷം നമ്മുടെ ഹീറോയിൻ അവനോട് പറയും, ഞാൻ ആ സുന്ദരക്കുട്ടപ്പനോടൊപ്പം തിരികെ നാട്ടിലേക്ക് പോകും. എനിക്ക് വയ്യാത്തത് കൊണ്ട് നിന്നെ വീട്ടിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എന്നിൽ നിന്ന് നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയും. ഇതും പറഞ്ഞവർ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും കാറിന്റെ പെട്രോൾ തീർന്ന് അത് ബ്രേക്ക് ഡൗൺ ആകും. അപ്പോഴാണ് അടുത്തൊരു സ്കൂൾ കണ്ട് അവർ രണ്ടുപേരും ആ സ്കൂളിലേക്ക് പോകും. എന്നാൽ ഇതേ സമയം തന്നെ ആ കള്ളൻ പോലീസുകാരൻ തന്റെ ഒരു ഫ്രണ്ടിനെ പോയി കണ്ട് ഹയർ ഒഫീഷ്യലിനെ മീറ്റ് ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കും. എന്നിട്ട് അവൻ ആ ഹയർ ഒഫീഷ്യലിന്റെ അടുത്ത് ചെന്ന് ഹീറോയുടെ കൂടെ ഉള്ളത് ഒരു സ്പൈ പെണ്ണാണ്, പക്ഷെ അവന്റെ അച്ഛൻ വലിയ ഓഫീസർ ആയതുകൊണ്ട് എനിക്കിതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിയുന്നില്ല. സാർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഹയർ ഒഫീഷ്യൽ പറയും, നീ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നോക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അവനോട് പറയും. എന്നിട്ട് ആ കള്ളം പോലീസുകാരൻ തന്റെ ചിങ്കിടിയെ വിളിച്ച് ഹീറോ വീട്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവൻ പറയും ഇതുവരെ ആരും വന്നിട്ടില്ല എന്ന്. അതേ സമയം തന്നെ അവൻ ഹീറോയിനെ അന്വേഷിച്ച് ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അടുത്ത CCTV-യിൽ നമ്മുടെ സുന്ദരൻ വില്ലൻ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവൻ കാണുന്നത്. എന്നാൽ ആ സുന്ദരൻ വില്ലനാകട്ടെ ഹീറോയിന്റെ ഫിയാൻസിയെ വിളിച്ച് ഹീറോയും ഹീറോയിനും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവളോട് പറയും. ഇതേ സമയം ആ സ്കൂളിനുള്ളിൽ കയറി തീയും കാഞ്ഞിരിക്കുകയാണ് ഹീറോയും ഹീറോയിനും. അപ്പോൾ അവൻ അവളോട് ചോദിക്കും, നീ റിയൽ ആയിട്ടാണോ അവനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ജസ്റ്റ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നതെന്ന് അവൾ പറയും. എന്നാൽ അന്ന് രാത്രി ആ കള്ളൻ പോലീസുകാരന്റെ ശിങ്കിടി തന്റെ വീട്ടിൽ വന്ന് ഭാര്യയോട് പറയും, തെണ്ടി പോലീസുകാരൻ നമ്മുടെ ക്യാപ്റ്റനെ കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഓരോ തെറ്റുകൾ ചെയ്യിക്കുകയാണ്, ഇനിയും എനിക്ക് തെറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറയും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയ്ക്ക് അസുഖം കൂടി അവന് നല്ല പനിയാകും. എന്നാൽ അപ്പോഴേക്കും ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവൾ അവനെ കെയർ ചെയ്യും. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോ പണ്ട് നടന്ന ഒരു കാര്യം സ്വപ്നം കാണും. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പിയാനോ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ഇത്രയും നാളുണ്ടായിരുന്ന പണം കൊണ്ട് തന്റെ ചേട്ടൻ അവൻ ഒരു എക്സ്പെൻസീവ് വാച്ച് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അവൻ അത്രയധികം തന്റെ ചേട്ടനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ഹീറോയിൻ പറയും, രാവിലെയായി, ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. എന്നാൽ അന്ന് രാവിലെ തന്നെ ഫിയാൻസി ഹീറോയുടെ അച്ഛനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരും. ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞാണ് അവൾ അവിടേക്ക് വരുന്നത്. ഇതേ സമയം നമ്മുടെ സുന്ദരൻ പോലീസുകാരന്റെ അടുത്തേക്ക് ആ കള്ള പോലീസുകാരൻ തന്റെ പട്ടാളക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നു. എവിടെയാടാ നീ ആ പെണ്ണിനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവനെ അടിക്കാൻ തുടങ്ങും. എന്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങി നീ എന്നെ അടിക്കുന്നോടാ എന്ന് സുന്ദരൻ വില്ലൻ അവനോട് ചോദിക്കും. എന്നാൽ നിന്റെ പണത്തെക്കാളും എനിക്ക് അധികാരമാണ് വലുതെന്നും പറഞ്ഞ് അവന്റെ ഗണ്ണെടുത്ത് സുന്ദരൻ വില്ലന് നേരെ നീട്ടും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയും ഹീറോയിനും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. ഇതേ സമയം ഹീറോയുടെ കൂട്ടുകാരിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഫിയാൻസിയുടെ അമ്മ. എന്നിട്ട് അവർ തന്റെ മകളോട് പറയും, ക്യാപ്റ്റനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചറിഞ്ഞതാണ്, പക്ഷെ അവരോടൊപ്പം ഇരുന്ന് മദ്യവെച്ചപ്പോൾ ഞാൻ അതെല്ലാം മറന്നുപോയെന്ന് പറയും. എന്നാൽ തന്റെ അമ്മ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നറിയുമ്പോൾ ഫിയാൻസിക്കും സന്തോഷമാകും. എന്നിട്ട് അവൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കും, ഞാനും ക്യാപ്റ്റനുമായുള്ള കല്യാണം എന്തായാലും നടക്കുമെന്ന്. എന്നാൽ ഇതേ സമയം ഹീറോയിനും ഹീറോയും തങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തും. ഹീറോയ്ക്ക് മരുന്ന് കൊടുത്ത ശേഷം അവൾ അവനോട് പറയും, ഇനി എന്തായാലും നിനക്ക് സുഖപ്പെട്ട ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന്. എന്നാൽ ഇത് ഒളിഞ്ഞിരുന്ന് കേൾക്കുകയായിരുന്ന ആ കള്ളൻ പോലീസുകാരന്റെ കൂട്ടുകാരനും സന്തോഷമാകും. എന്നാൽ അപ്പോഴേക്കും ആ കള്ളൻ പോലീസുകാരൻ വിളിച്ച് ഹീറോ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും.
ഇവിടെ ആരും തന്നെ വന്നിട്ടില്ല എന്ന് അവനോട് കള്ളം പറയും. എന്നാൽ അത് കഴിഞ്ഞ് ഹീറോയിൻ ഗ്രാമത്തിലെ തന്റെ കൂട്ടുകാരികളെ പോയി കാണും. അവർ ഹീറോയിനോട് ചോദിക്കും, നീ എന്താ തിരികെ വന്നതെന്ന്. തിരികെ വന്നതൊന്നുമല്ല, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ തിരികെ പോകുമെന്ന് അവരോട് പറയും. ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് ക്യാപ്റ്റന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന്. എന്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്, അത് വിറ്റ് ഞാൻ ക്യാപ്റ്റന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ കൂട്ടുകാരികളോട് പറയും. എന്നിട്ട് അവർ എല്ലാവരും കൂടി ഗ്രാമത്തിലെ മാർക്കറ്റിലേക്ക് പോയി ആ സുന്ദരൻ വില്ലൻ ഇട്ടുകൊടുത്ത മോതിരം അവളുടെ ഒരു കടയിൽ കൊടുത്ത ശേഷം ക്യാപ്റ്റനായി ഒരു വാച്ച് വാങ്ങും. എന്നിട്ട് അവൾ വളരെ സന്തോഷത്തിൽ അതൊരു ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞ് ക്യാപ്റ്റന് കൊടുക്കാനായി ക്യാപ്റ്റന്റെ വീട്ടിലേക്ക് വരും. എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിൽ നമ്മുടെ ഹീറോയിന്റെ മാനേജർ അവളുടെ ചേട്ടന്റെ ശിങ്കിടികളുടെ കയ്യിൽ പെടാതെ അവളുടെ അച്ഛന്റെ അടുത്ത് ചെന്ന് ഹീറോയിൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയും. എന്നാൽ ഇതേ സമയം ഗുളിയൊക്കെ കഴിച്ച ശേഷം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് ഹീറോയിൻ അവിടെ ഇല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവന് സമ്മാനമായി അവൾ ഒരു ക്രിസ്മസ് ട്രീ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. അവൻ ആ ക്രിസ്മസ് ട്രീ കാണുമ്പോൾ വളരെ വലിയ സന്തോഷമാകും. എന്നിട്ട് അവിടെ എങ്ങും അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് ഹീറോയിനായിരുന്നു. അവൾ അവനോട് പറയും, ഇവിടെ നിന്ന് പോകാൻ പോകുകയാണ്, എന്നോടൊരു ഗുഡ് ബൈ പറയാൻ പോലും ഞാൻ കാത്തു നിൽക്കുന്നില്ല എന്ന് അവൾ പറയും. എന്നാൽ അവൾ അപ്പോൾ ആ കള്ള പോലീസുകാരുടെ കയ്യിലായിരുന്നു. അവർ പറയുന്നതനുസരിച്ചായിരുന്നു അവൾ ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞത്. എന്നാൽ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് അവൾ അവനോട് ഐ ലവ് യു എന്ന് പറയും. എന്നാൽ അവൾ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഒരു വെടി ശബ്ദം കേൾക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ സ്തംഭിച്ച് നിൽക്കും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.